ഹലോ ഫ്രണ്ട്സ്, ലൈൻസ് ആൻഡ് സർക്കിൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 20 അതിൽ കൊടുത്തിട്ടുള്ള പ്രവൃത്തി പരിചയമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഞാനിവിടെ വിവരിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ലൈൻ വരയ്ക്കുകയാണ്. 6 സെന്റിമീറ്റർ ആണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ സെന്റർ കാണുകയാണ് 3 സെന്റിമീറ്റർ. ആ പോയിന്റ് അടയാളപ്പെടുത്തി വയ്ക്കുക. അതിനുശേഷം സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് രണ്ട് സൈഡിലും മട്ടം വരയ്ക്കുകയാണ്. അതിന്റെ നീളവും 6 സെന്റിമീറ്റർ തന്നെയാണ് വേണ്ടത്. വളരെ കറക്റ്റായിട്ട് 6 സെന്റിമീറ്റർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് വരയ്ക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത സൈഡിലും 6 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാം. ഇവിടെ 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയതിനു ശേഷം സ്കെയിൽ അന്വേഷിച്ച് പോകേണ്ടതില്ല. കാരണം സെറ്റ് സ്ക്വയർ തന്നെ അതിന്റെ അളവ് കൊടുത്തിട്ടുണ്ട്. അവിടെ 6 സെന്റിമീറ്റർ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ കഴിയും. അതിനുശേഷം ഈ രണ്ട് ഭാഗങ്ങളെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. അടുത്തത് കോമ്പസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കോമ്പസ് ഉപയോഗിച്ച് 3 സെന്റിമീറ്റർ, അതായത് 3 സെന്റിമീറ്റർ ലൈനിൽ ഓൾറെഡി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എൻഡിൽ നിന്ന് സെന്ററിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 3 സെന്റിമീറ്റർ കിട്ടും. ഇവിടെ ഞാൻ പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയി കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ചെയ്തത് ഇതാണ്. ഓരോ കോർണറിൽ നിന്നും ഇതേപോലെ വരയ്ക്കുക. ഓരോ കോർണറിൽ നിന്നും കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക്. ഇനി കുഴപ്പമില്ല, കുറച്ച് പുറത്തേക്ക് ആയിപ്പോയാലും നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ കഴിയും. നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ചാണ് ഇത് വരയ്ക്കേണ്ടത്. പെന്ന് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. രണ്ട് സൈഡ് വരച്ചു കഴിഞ്ഞു. ഇനി രണ്ട് സൈഡ് കൂടിയാണ് ബാക്കി നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ആ ഭാഗം കൂടി വരയ്ക്കാം. വരച്ചു കഴിഞ്ഞാൽ പാഠപുസ്തകത്തിലെ പോലെ കളർ കൊടുത്ത് മനോഹരമാക്കാം. വളരെ ഈസി അല്ലേ? എല്ലാവർക്കും വരയ്ക്കാൻ കഴിയും. ഇനി അടുത്ത ചിത്രം നോക്കാം. അടുത്തതായിട്ട് 6 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം 3 സെന്റിമീറ്റർ സെന്റർ അടയാളപ്പെടുത്തുക. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഈ ലൈനിന്റെ രണ്ട് ഭാഗത്തും 6 സെന്റിമീറ്റർ നീളത്തിൽ മട്ടം വരയ്ക്കുക. അടുത്ത സൈഡ് കൂടി വരയ്ക്കാം. 6 സെന്റിമീറ്റർ സെറ്റ് സ്ക്വയറിൽ തന്നെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ. ഇനി രണ്ട് സൈഡിലുള്ള ലൈനുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുകളിൽ ഒരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം അവിടെയും 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. അടുത്തതായി ചെയ്യേണ്ടത് മുകളിലും താഴെയുമുള്ള സെന്ററുകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുകയും പിന്നീട് അതിന്റെ സെന്റർ കണ്ടെത്തുക. അതായത് 3 സെന്റിമീറ്റർ കണ്ടെത്തി അടയാളപ്പെടുത്തുകയും ചെയ്യുക. ഇപ്പോൾ വരച്ചിരിക്കുന്ന ലൈനിന്റെ സെന്ററിൽ നിന്ന് കോമ്പസ് വെച്ചതിന് ശേഷം ഇതേപോലെ കോമ്പസ് വെച്ച് കഴിഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. ആ 3 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ സ്ക്വയറിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു വൃത്തം നമുക്ക് കിട്ടും. അതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. വൃത്തം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, കോമ്പസിന്റെ മുകൾ ഭാഗം മാത്രം പിടിച്ച് വരയ്ക്കാൻ ശ്രമിക്കുക. സൈഡിലേക്ക് പിടിക്കുമ്പോൾ കോമ്പസ് നിവർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വൃത്തം ലഭിക്കുകയില്ല. മുകളിലും താഴെയുമായിട്ടുള്ള ലൈനിന്റെ സെന്റർ 3 സെന്റിമീറ്റർ ഓൾറെഡി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അടുത്തത് ചെയ്യേണ്ടത് രണ്ട് സൈഡിലും 3 സെന്റിമീറ്റർ വീതം അടയാളപ്പെടുത്തി വയ്ക്കുക. അപ്പോൾ 4 ലൈനിന്റെയും സെന്റർ നമുക്ക് ലഭിക്കും. ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓരോ സെന്ററിൽ നിന്നും മറ്റൊരു സെന്ററിലേക്ക് ഇതേപോലെ ലൈൻ വരച്ച് യോജിപ്പിക്കുക. പിന്നീട് ടെസ്റ്റ് ഉള്ളതുപോലെ തന്നെ കളർ കൊടുക്കാം. അടുത്തത് ഇതുപോലൊരു ചിത്രമാണ് വരയ്ക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ കഴിയും. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഇവിടെയും 6 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു ലൈനാണ് വരയ്ക്കുന്നത്. അതിനുശേഷം അതിന്റെ സെന്ററായ 3 സെന്റിമീറ്ററിൽ അടയാളപ്പെടുത്തുക. കോമ്പസ് ഉപയോഗിക്കുകയാണ്. ഇവിടെ 3 സെന്റിമീറ്റർ റേഡിയസിലാണ് വൃത്തം വരയ്ക്കുന്നത്. സെന്ററിൽ നിന്ന് ഒരു എഡ്ജിലേക്ക് അളന്നതിന് ശേഷം ഒരു വൃത്തം വരയ്ക്കാം. വൃത്തം വരച്ചു കഴിഞ്ഞു. ഇനി അതേ കോമ്പസ് ഉപയോഗിച്ച്, കോമ്പസിന്റെ അളവ് മാറ്റേണ്ടതില്ല, ലൈൻസിന്റെ രണ്ട് ഭാഗത്തു നിന്നും വൃത്തത്തിന്റെ മുകളിലും താഴെയുമായിട്ട് അടയാളപ്പെടുത്തുക. റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. 4 ഭാഗങ്ങളിലാണ് അടയാളപ്പെടുത്തി കിട്ടുന്നത്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു വൃത്തം അതിന്റെ 4 ഭാഗങ്ങളിലായിട്ട് മുകളിലും താഴെയും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ ഭാഗങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ലൈനുകൾ വരയ്ക്കുക. ഇതേപോലെയാണ് ലഭിക്കുന്നത്. ഇനി എന്താണ് വേണ്ടത്? പഞ്ചഭുജത്തിന്റെ ഉള്ളിലായിട്ട് സ്റ്റാർ വരയ്ക്കണം. സ്റ്റാർ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്.
ഒരു ലൈന് പോലും വിട്ടുപോകാതെ ശ്രദ്ധയോടെ വരയ്ക്കുക. ഈ സെക്ഷനിലെ ലാസ്റ്റ് ചിത്രമാണ് വരയ്ക്കാൻ പോകുന്നത്. സ്കെയിൽ ഉപയോഗിച്ച് ഒരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ഇത്തവണ 8 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു ലൈനാണ് വരയ്ക്കുന്നത്. അതിന്റെ 4 സെന്റിമീറ്റർ മിഡിൽ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഒരു കോമ്പസ് ഉപയോഗിച്ച് സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള ദൂരത്തിൽ കോമ്പസിന്റെ റേഡിയസ് ക്രമീകരിച്ചതിന് ശേഷം ഒരു വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ചു കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് വീണ്ടും സ്കെയിൽ ഉപയോഗിക്കുക. ഓൾറെഡി നമുക്കൊരു സെന്റർ കിട്ടിയിട്ടുണ്ട്. അത് 4 സെന്റിമീറ്റർ ആണ്. അടുത്തതായി നമ്മൾ ഈ ലൈനിനെ 2 സെന്റിമീറ്റർ നീളമുള്ള 4 ഭാഗങ്ങളാക്കി മാറ്റാൻ പോവുകയാണ്. അടുത്തതായിട്ട് നമ്മൾ വീണ്ടും കോമ്പസ് ഉപയോഗിക്കുക. കോമ്പസിന്റെ റേഡിയസ് ഇത്തവണ 2 സെന്റിമീറ്റർ ആണ്. പിന്നീട് വരയ്ക്കേണ്ടത് ഒരു അർദ്ധവൃത്തമാണ്. ഒരു സൈഡ് വരച്ചു കഴിഞ്ഞു. അടുത്തതായി ഇതേപോലെ താഴത്തേക്ക് അർദ്ധവൃത്തം വരുന്ന രീതിയിൽ വരയ്ക്കുക. ഇത്രയുമാണ് വരയ്ക്കേണ്ടത്. വേണ്ടാത്ത ഭാഗങ്ങൾ ഇറേസ് ചെയ്ത് കളയാം. ടെസ്റ്റിലുള്ളതുപോലെ തന്നെ കളർ കൊടുക്കുകയും ചെയ്യുക.